നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണമുണ്ട്, അതിൻ്റെ കൂടെ ബോഡി പെയിനും. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി ചൂട് പിടിച്ചേരട്ടെ? വേണ്ട കാക്കുത്തി, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാലെല്ലാം ശരിയാവും. അക്കുച്ചേട്ടൻ കിടന്നോ? ഭക്ഷണവും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. ഇനി ഉറക്കം കൂടി ഇല്ലാതായ ബോഡി വീക്കാവും. എന്താ അക്കുച്ചേട്ടൻ എന്നെ തന്നെ നോക്കി ആലോചിക്കുന്ന? അമ്മായി എപ്പോഴും പറയുന്ന പോലെ ഈ ഐശ്വര്യം കിട്ടവള് ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കില് അക്കുച്ചേട്ടനും ഈ തറവാടിന് നല്ലത് മാത്രമേ ഉണ്ടാവൂന്നല്ലേ? വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടല്ലേ. ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ അക്കുച്ചേട്ടാ, സത്യല്ലേ? ഞാൻ ഇന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതല്ലേ അക്കുച്ചേട്ടന് ഈ കുടുംബത്തിനും സമാധാനം നഷ്ടപ്പെടാൻ. കാക്കുത്തി, ഇപ്പൊ എനിക്ക് ബോഡി പെയിൻ മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സിനൂടി വേദന ഉണ്ടാക്കല്ലേ. അയ്യോ അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളാ അക്കുച്ചേട്ടാ. എങ്ങു നിന്നോ വന്ന ഒരാളല്ലല്ലോ ഞാനിവിടെ വരുന്നതിന് മുൻപ് അക്കുച്ചേട്ടൻ ഈ വീട് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നീ കാരണമാണെന്നാണോ പറഞ്ഞു വരുന്നേ? അല്ലാതെ പിന്നെ ആര് കാരണ? കാക്കുത്തി, ഞാൻ ശ്രേയെ സ്നേഹിച്ചിരുന്നപ്പോ എന്റെ ലോകം അവളായിരുന്നു. അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പൊ ശ്രേയയിൽ നിന്ന് എന്നെ അകറ്റിയത് ദൈവമായിട്ടാ, എന്റെ നല്ലതിനു വേണ്ടി. അതൊക്കെ തോന്നുന്നതാക്കു ചേട്ടാ. തോന്നലല്ല കാക്കുത്തി, ഞാൻ അവളെ സ്നേഹിച്ചതുപോലെ ഞാൻ എന്റെ അച്ഛനെ പോലും സ്നേഹിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നതനുസരിക്കും. അച്ഛന്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കും. അച്ഛൻ പറയുന്നതിനപ്പുറം ഞാൻ പോവാറില്ല. ശ്രേയോടുള്ള എന്റെ ഇഷ്ടം അച്ഛനോട് പറഞ്ഞ അച്ഛനത് ഒരു മടിയും കൂടാതെ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനത് ശ്രേയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞാനോ നീയോ പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരുമിച്ചത്. അതിനുശേഷം ഞാൻ ശ്രേയെ മനസ്സിലാക്കിയത്. സെൽഫിഷ് അവൾക്ക് വലുത് അവളുടെ മാത്രം ഇഷ്ടങ്ങളാ. എന്നെ സ്വന്തമാക്കണം എന്നുള്ള വാശി, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല കാക്കൂത്തി. അവളെ മാത്രം സ്നേഹിക്കുന്നുണ്ടാ. നിനക്ക് പകരം ഇപ്പൊ ഈ വീട്ടിൽ ശ്രേയ ആയിരുന്നെങ്കിൽ അവൾക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും സന്തോഷം എന്നത് വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. അക്കുച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മനസ്സിലാക്കിയ സത്യം ശ്രേയെ നീ മനസ്സിലാക്കിയില്ലേ? ഇപ്പോ അവൾക്ക് എന്നോടുള്ളത് സ്നേഹമായിരുന്നോ? അതേ കാക്കുതി, നീ ഈ വീട്ടിലും എന്റെ ജീവിതത്തിലോട്ടും വന്നത് ഇഷ്ടപ്പെടാത്ത രണ്ടുപേരായി വീട്ടിലുള്ളത്. അമ്മയും അരവിന്ദേട്ടനും. ശ്രേയാണ് നിനക്ക് പകരം ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്കെന്റെ ഫാമിലിയെ മിസ് ചെയ്യേണ്ടി വന്നേനെ.